ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ദിസ് ഈസ് അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ IRTC പുറത്തിറക്കിയ റെയിൽ വൺ എന്ന ആപ്ലിക്കേഷനെ പറ്റിയൊരു വീഡിയോ ആണ്. സാധാരണഗതിയിൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യുന്ന 3 ആപ്ലിക്കേഷനാണ് IRTCയുടെ റെയിൽവേ ആപ്പും, വെരി ഈസ് മൈ ട്രെയിനും, UTS എന്ന ആപ്പും. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒറ്റ ആപ്പാണ് റെയിൽ വൺ എന്ന് പറഞ്ഞ അടുത്തിറങ്ങിയ ഒരു ആപ്ലിക്കേഷൻ. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അത് കയറുമ്പോൾ തന്നെ നമുക്ക് IRTCയുടെ ലോഗിൻ ID യൂസ് ചെയ്തിട്ടോ UTSൻ്റെ ID യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ IRTCയുടെ ലോഗിൻ ID യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ID അടിച്ചിട്ട് പാസ്വേഡ് അടിച്ച് പ്രൊസീഡ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ID രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP ആയിരിക്കും വരുന്നത്. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം താഴെ പ്രൊസീഡ് എന്ന ബട്ടൺ കൊടുക്കുക. വെരിഫൈ ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇത് ഓൾറെഡി നമ്മൾ ഉണ്ടാവും, പോപ്പപ്പ് വിൻഡോ പോലെ വരുന്നതായിരിക്കും. അതും സബ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് MBN പിൻ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. MBN പിൻ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്പ് ഓപ്പൺ ആവുകയാണ്. ഫസ്റ്റ് ഇൻ്റർഫേസിലേക്ക് വരും. ഓക്കെ, ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഏകദേശം ഇങ്ങനെയാണ്. ഇത് നമുക്ക് പരിചയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് റിസർവ്ഡ് ആണ്, ടിക്കറ്റ് റിസർവേഷനാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്ന അൺറിസർവ്ഡ് കാറ്റഗറി പ്ലാറ്റ്ഫോം ടിക്കറ്റാണ്. അതിനുശേഷം വരുന്ന സെർച്ച് മൈ ട്രെയിൻ, PNR സ്റ്റാറ്റസ് ഉണ്ട്, ട്രാക്ക് യുവർ ട്രെയിൻ എന്ന ഓപ്ഷനുണ്ട്, പിന്നെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഫയൽ റീഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, പിന്നെ നമ്മുടെ പ്രൊഫൈല്, മോർ, എബൌട്ട് ദ ആപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റിസർവ്ഡ് കാറ്റഗറി എടുക്കുമ്പോഴത്തേക്കും പുതുതായിട്ട് വന്നൊരു ഓപ്ഷനാണ്. നമുക്ക് ഓൾറെഡി ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെച്ചാൽ നമുക്കത് ഇത് തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. താഴേക്ക് വരുമ്പോൾ കോച്ചിൻ്റെതും പിന്നെ നമ്മുടെ ബർത്ത് പ്രിഫറൻസും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ടു ഫ്രം അടിക്കുക, ഡേറ്റസ് എല്ലാം ചെയ്ത് ആ ഓപ്ഷൻ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അൺറിസർവ്ഡ് കാറ്റഗറിയിലും പ്ലാറ്റ്ഫോം ടിക്കറ്റിനും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് 9 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന നമുക്ക് ഓപ്ഷൻ സെർച്ച് മൈ ട്രെയിൻ എന്ന ഓപ്ഷൻ നോക്കി നോക്കാം. സെയിം പഴയതുപോലെ തന്നെ ട്രെയിനിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ ട്രെയിൻ കോച്ചും സെയിം തന്നെയാണ്, ട്രാക്ക് മൈ ട്രെയിനും സെയിം ആണ്, ഇത്രയും കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഫുഡ് ഓർഡർ ചെയ്യുന്നത് PNR നമ്പർ അടിച്ചതിന് ശേഷം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനും പറ്റും, നമ്മുടെ സീറ്റിൽ ഫുഡ് എത്തുകയും ചെയ്യും. കുഴപ്പമില്ല, വളരെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. മോറിൽ നോക്കുമ്പോൾ അധികം ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മുടെ ഡീറ്റെയിൽസും പിന്നെ എബൌട്ട് ആപ്പ്, നമ്മുടെ വാലറ്റ് കാര്യങ്ങൾ മാത്രം, നമ്മുടെ പ്രൊഫൈൽ. അടുത്ത ബുക്കിംഗ് സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഈ 4 ഓപ്ഷനുണ്ട്. അപ്കമ്മിങ് ഉണ്ട്, ക്യാൻസൽഡ് ഉണ്ട്, കംപ്ലീറ്റഡും ഉണ്ട്, ഓൾ ടിക്കറ്റ്സും ഉണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള ടിക്കറ്റ്സ് നമുക്കിതിൽ അവൈലബിൾ ആയിരിക്കും. കുഴപ്പമില്ല, ആർക്കായാലും പെട്ടെന്ന് കണ്ടുപിടിക്കാനും ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ഇട്ടേക്കുന്നത്. അത് നമ്മൾ എബൌട്ട് ആപ്പിനെ പറ്റി നോക്കിയാൽ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അവരത് നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്യൂർലി വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന, ടിക്കറ്റ് ബുക്ക് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ലോഗ് ഔട്ട് ചെയ്യാൻ നമുക്ക് 2 തരത്തിൽ ഇതിന് ലോഗിൻ ചെയ്യാൻ പറ്റും. നമുക്ക് MBN പിൻ ഫസ്റ്റ് ചെയ്ത പോലെ ചെയ്യാനും പറ്റും. അത് കൂടാതെ തന്നെ ബയോമെട്രിക് എന്ന രീതിയിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്ഥിരമായി ഇന്ത്യൻ റെയിൽവേ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതിൻ്റെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലത്തെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.